അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഗോള സാമ്പത്തിക വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. അമേരിക്കയിൽ നിന്നുള്ള കോടീശ്വരന്മാർക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ചൈനയാകട്ടെ അമേരിക്കയുടെ പകരച്ചുങ്കത്തിന് തിരിച്ചടിയായി അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ചൈനയും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള വ്യാപാര യുദ്ധത്തിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇതെല്ലാം തന്നെ ആഗോള വിപണിയിൽ വലിയ മാറ്റത്തിനാണ് വലിയ തിരിച്ചടി കാരണമായി മാറിയിരിക്കുന്നത്. ബ്രിട്ടനിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലണ്ടനിലെ ഓഹരി വിപണിയിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി സൂചികയായ FTSE 100-ലും ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും മോശം ദിവസമാണ് FTSE 100-നെ നേരിടേണ്ടി വന്നത്. 100 കമ്പനികൾ ഉൾപ്പെടുത്തി 1984 ജനുവരിയിലാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത്. യുകെയുടെ ബ്ലൂ ചിപ്പ് സൂചിക 4.86% ഇടിയുകയും ചെയ്തു. 2020 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ആകട്ടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം G7 രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇതിനെതിരെ പോരാട്ടം നടത്താനാണ് ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ട്രംപ് പറഞ്ഞത് ഈ ഒരു തീരുമാനം കീർ സ്റ്റാമറിനെ ഏറെ ഇഷ്ടപ്പെട്ട് അദ്ദേഹം വളരെ സന്തുഷ്ടനാണ് എന്ന് കളിയാക്കി പറഞ്ഞിരുന്നു.